എല്ലാവർക്കും നമസ്കാരം. ടീച്ചർ, നമ്മൾ വിശ്വാമിത്രനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്ന കഥകളിൽ പലതവണ പരാമർശിച്ചു അല്ലേ? അപ്പോൾ വിശ്വാമിത്രനും വസിഷ്ഠനുമായുള്ള ചില സ്വാരസ്യങ്ങളെക്കുറിച്ച് ഈ കുഞ്ഞുങ്ങളെ യാഗരക്ഷയ്ക്കായി കൊണ്ടുവരുമ്പോൾ അവിടെ എല്ലാം വിശ്വാമിത്രൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ പല കഥകൾ കേൾക്കുമ്പോഴും വിശ്വാമിത്രൻ ഒരു സഹാനുഭൂതിയുള്ള ഒരു വ്യക്തിയായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഏറ്റവും ഉദാഹരണം നമുക്ക് ത്രിശങ്കുവിന്റെ കാര്യം തന്നെ എടുക്കാം അല്ലേ? വസിഷ്ഠൻ നിരാകരിച്ചപ്പോൾ നേരെ വിശ്വാമിത്രന്റെ അടുത്താണ് ത്രിശങ്കു വരുന്നത്. അപ്പോൾ ത്രിശങ്കുവിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു സ്വർഗം പണിയുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ത്രിശങ്കുവിന്റെ കഥ എന്ന് പറഞ്ഞാലോ? ആകാം. അതായത് ഈ ഇദ്ദേഹത്തിന് ബ്രഹ്മർഷി പദം കിട്ടണം, അതിനുവേണ്ടി തപസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഈ വിശ്വാമിത്രൻ. ആ കാലത്താണ് ഇക്ഷ്വാകു വംശത്തില് ത്രിശങ്കു എന്ന് പറയുന്ന ഒരു രാജാവ്. അദ്ദേഹം നല്ല സത്യവാദിയാണ്, ജിതേന്ദ്രിയനാണ്, നല്ല രാജാവിന് പെട്ടെന്ന് ഒരാഗ്രഹം, ഉടലോടെ സ്വർഗത്തിൽ പോകണം എന്ന്. അതിനുവേണ്ടി യാഗം ചെയ്യാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു. ആരെയാണ് യജ്ഞാചാര്യനാക്കേണ്ടത്? എപ്പോഴും മുന്നേ വരുന്നത് വസിഷ്ഠൻ തന്നെയാണ്. വസിഷ്ഠനെ തന്നെ ആക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹം വസിഷ്ഠനടുത്ത് ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ വസിഷ്ഠൻ അത് ഒട്ടും സ്വീകരിക്കാൻ മടി കാണിച്ചു. എന്നിട്ട് തന്നെയല്ല, അദ്ദേഹം അസാധ്യം എന്ന് തന്നെ പറഞ്ഞ് ഇദ്ദേഹത്തിനെ നിരാശപ്പെടുത്തി വിട്ടു. അപ്പൊ പിന്നെ ഇദ്ദേഹം ആലോചിക്കുന്നത്, വസിഷ്ഠന്റെ 100 മക്കൾ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അച്ഛന്റെ ആ കഴിവുകള് മക്കൾക്കും ഉണ്ടാവുമല്ലോ. ഉടനെ തന്നെ മക്കളെ ചെന്ന് കാണുക. അവിടെ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇതുപോലെ ഒരാഗ്രഹമുണ്ട്, നിങ്ങൾ എന്നെ സഹായിക്കണം, വസിഷ്ഠനാൽ നിരാകരിക്കപ്പെട്ടു വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ പിള്ളേർക്ക്, ഈ മക്കൾക്ക് അത് ദേഷ്യമായി. അപ്പൊ പറഞ്ഞു, വസിഷ്ഠൻ ഗുരു നിരാകരിച്ച ഒരാള് പിന്നെ വേറൊരാളെ ആശ്രയിക്കുന്നത് ശരിയാണോ? അത് തെറ്റാണ്. തന്നെയല്ല, അദ്ദേഹം വയ്യ എന്ന് പറഞ്ഞത്, അസാധ്യം എന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ ഞങ്ങൾ യാതൊരു കാരണവശാലും അനുകൂലിക്കത്തില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം താണ വീണ് തൊഴുതു പിടിച്ചൊക്കെയാണ് പറയുന്നത്, നിങ്ങളെ കൊണ്ട് ഇത് പറ്റൂ, നിങ്ങളെ ഇത് ചെയ്യാൻ അർഹതയുള്ളവരുള്ളൂ എന്നൊക്കെ പറയും. അപ്പൊ ഇത് കേട്ടോ, അപ്പൊ ഇദ്ദേഹത്തിന് സത്യത്തിൽ ഇച്ചിരി സങ്കടം വന്നു. അപ്പൊ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, ശരി, നിങ്ങൾക്ക് നല്ലത് വരട്ടെ, ഞാൻ വേറെ ആളെ നോക്കാം. ഇച്ചിരി ഒരു അവജ്ഞയോടെയാണ് പറഞ്ഞത്. ഇത് ഈ മക്കൾക്ക് മനസ്സിലായി. ഉടനെ തന്നെ അത് അവരെ ശപിക്കുക, ചണ്ടാളനായി പോട്ടെ എന്ന് ശപിച്ചു. ആ രാത്രി അവസാനിക്കുമ്പോഴേക്കും ഇദ്ദേഹത്തിന് കറുത്ത നിറമായി, കറുത്ത വസ്ത്രം ധരിച്ചവനായി, മുടിയെല്ലാം കൊഴിഞ്ഞു, ചുടല മാല ആയി, ചുടല വേഷങ്ങളൊക്കെ ആയി, ഇരുമ്പ് കൊണ്ടുള്ള ആഭരണമായി, അങ്ങനെ ഒന്നാന്തരം ഒരു ചണ്ടാളനായിട്ട് മാറി. ഇത് കാണുകയും ഇവിടെ അനുയാത്ര ചെയ്ത് വന്നിരുന്ന മന്ത്രിമാരുൾപ്പെടെ സകലരും ഇദ്ദേഹത്തിന് ഇട്ടേച്ചങ്ങ് പോയി. ഇദ്ദേഹം വല്ലാതെ സങ്കടപ്പെട്ടു. താൻ എന്ത് തെറ്റാ ചെയ്തേ? നല്ലത് കിട്ടിയില്ലെന്ന് തന്നെയല്ല, സഹായം കിട്ടിയില്ലെന്ന് തന്നെയല്ല, ഇവിടെ വിപരീത ഫലം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ദുഃഖിച്ചിങ്ങനെ ഇരുന്നിട്ട് ഇനി വിശ്വാമിത്രനെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചു. അപ്പൊ വിശ്വാമിത്രൻ നേരത്തെ നമ്മൾ പറഞ്ഞ രാജർഷി പദം കിട്ടിക്കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ഭയങ്കരമായ തപസ് ചെയ്യുകയാണ് ദക്ഷിണ തീരത്തിരുന്ന്. ആ സമയത്ത് വിശ്വാമിത്രന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ഈ കാര്യങ്ങൾ മൊത്തം പറയുകയാണ് അദ്ദേഹത്തിനോട്. എന്നിട്ട് എനിക്ക് അങ്ങല്ലാണ്ട് ആരുമില്ല, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞങ്ങ് താഴെ വീണ് നമസ്കരിച്ചു. ഈ വസിഷ്ഠന്റെയും മക്കളുടെയും കാര്യവും തനിങ്ങനായ കാര്യവും ഒക്കെ പറഞ്ഞു. ഇദ്ദേഹം അധികം ആലോചിച്ചില്ല. അവിടാണ് മോള് പറഞ്ഞ കാര്യം പറഞ്ഞത്. ക്ഷത്രിയനാണ് അദ്ദേഹം. ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യേണ്ട ആ സ്വഭാവം വിശ്വാമിത്രനിൽ വരികയാണ്, മറ്റവരിൽ അത് വരുന്നില്ല എന്നുള്ളതും. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്ക് ശരണം തരുന്നു, നീ ഉടലോടെ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം ശിഷ്യരെയെല്ലാം വിളിച്ച് എല്ലാ ദിക്കിലോട്ടും പുണ്യാത്മാക്കളായ ഋഷിമാരെ വരുത്താനായിട്ട് ഇങ്ങനെ ആളെ അയക്കുകയാണ്. പ്രത്യേകിച്ച് പറഞ്ഞു, വസിഷ്ഠപുത്രന്മാരെയും മഹോദയൻ എന്ന് പറഞ്ഞ ഒരാൾ ഇച്ചിരി അടഞ്ഞു നിൽക്കുന്നതായിരിക്കാം, അദ്ദേഹത്തിനെയും വിളിക്കണം. ഇവരെല്ലായിടത്തും ചെന്നിട്ട് ആരെങ്കിലും എൻ്റെ വാക്ക് നിരാകരിച്ചാൽ അതെന്നോട് പറയുകയും വേണം. ഇവരെല്ലായിടത്തും പോയി ഇങ്ങനെ തിരക്ക് വിശ്വാമിത്രൻ വിളിക്കുന്നതല്ലേ, എല്ലാവരും സമ്മതിച്ചു. പക്ഷെ ഈ ആളുകള്, ഈ 100 പേരും ഈ മഹോദയനും വന്നില്ലെന്ന് തന്നെയല്ല, അവര് പറഞ്ഞ കാര്യം അങ്ങ് കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെന്ത് പറയുന്നു അതെൻ്റെ അടുത്ത് പറയണം. അദ്ദേഹം പറഞ്ഞത്, ഒരു ചണ്ടാളന് വേണ്ടി യാഗം ചെയ്യുന്നത് ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ ചെയ്യുന്ന ഈ കർമ്മത്തിൽ ദേവതകളാരും ഹവിർഭാഗം ഭുജിക്കാൻ വരത്തില്ല. ചണ്ടാള ഭോജനം കഴിച്ച് ബ്രാഹ്മണര് സ്വർഗത്തിൽ പോകത്തില്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞു. ഇതെല്ലാം ഇവിടെ വന്ന് ഇദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹത്തിന്
സ്വാഭാവികമായിട്ടും സങ്കടം വന്നു. അങ്ങനെയാണ് നിങ്ങളെല്ലാം ഇങ്ങനെ നൈമാംസം തിന്ന് ക്രൂരരായിട്ട് അലഞ്ഞു തിരിയട്ടെ എന്നിവരെ അങ്ങ് ശപിച്ചു. എന്നിട്ട് പറഞ്ഞു ബാക്കി എല്ലാവരെയും വിളിച്ചിട്ട് പെട്ടെന്ന് യാഗം ആരംഭിക്കുകയാണ്. അങ്ങനെ യജ്ഞം ചെയ്തു. മുന്നിൽ നിൽക്കുന്നത് വിശ്വാമിത്രൻ തന്നെയാണ്. അദ്ദേഹം യാഗം നല്ല ഭംഗിയായിട്ട് ചെയ്തു. പക്ഷേ ആരും വരുന്നില്ല. ഇവരെ ആവാഹിക്കുകയാണ് ദേവന്മാരൊന്നും ഹവർഭാഗം സ്വീകരിക്കാൻ വരുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഈ സ്രവം അറിയാലോ, സ്രവം എന്ന് വെച്ചാൽ തവിയാണ്, ഇത് കോരി ഒഴിക്കുന്നത്, സ്രവിക്കുന്നു, നെയ്യ് സ്രവിക്കുന്നതുകൊണ്ടാണ് സ്രവം. അത് സ്വർണം കൊണ്ടോ മരം കൊണ്ടോ അതൊക്കെ വെള്ളുകൊണ്ടും ഒക്കെ ഉണ്ടാക്കും. ഈ സ്രവം ഇങ്ങനെ ഉയർത്തി അങ്ങ് പിടിച്ചു വിശ്വാമിത്രൻ. എന്നിട്ട് പറഞ്ഞു എൻ്റെ ഓജസ് കൊണ്ട് തേജസ് കൊണ്ട് ഞാൻ ത്രിശങ്കു നിന്നെ സ്വർഗത്തിലേക്ക് വിടാം. എന്നിട്ട് പറഞ്ഞു എനിക്ക് ഞാൻ ചെയ്ത തപസ്സിന്റെ എന്തെങ്കിലും ഫലം എന്നിലുണ്ടെങ്കിൽ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഈ ത്രിശങ്കു ദ്യോവിലേക്ക് ഉയരട്ടെ എന്ന് പറയാണ്. അപ്പൊ എല്ലാരും നിൽക്കുകയാണ്. ഇവിടെ ഋത്തുക്കളെല്ലാം ഉണ്ട്, കാണാൻ വന്നവരുണ്ട്. എല്ലാരും നിൽക്കുമ്പോൾ ഈ ത്രിശങ്കു ഇങ്ങനെ മേളിലോട്ട് ഉയരാൻ തുടങ്ങി. അങ്ങനെ ഉയർന്നുയർന്ന് മേളിൽ ചെല്ലുമ്പോൾ ദേവേന്ദ്രൻ ഇത് കാണുക. അപ്പോൾ പറഞ്ഞു തനിക്ക് എതിരാളിയല്ലേ വരുന്നത്, ത്രിശങ്കു താഴേക്ക് പോകൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ തല കീഴായിട്ട് താഴേക്ക് ഉന്തി വിട്ടു. അപ്പൊ ത്രിശങ്കു അവിടെ കിടന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വിശ്വാമിത്രനെ വിളിച്ചു കരഞ്ഞു. വിശ്വാമിത്രൻ നോക്കിയപ്പം പോയ ആള് തിരിച്ച് വരിക. നിൽക്ക് നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി. എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തെന്നോ സപ്തർഷി മണ്ഡലത്തിനെ സൃഷ്ടിച്ചു. അവിടെ ഒരു വലിയ നക്ഷത്ര ഉണ്ടാക്കി, കൂട്ടം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ദേവതകളെ സൃഷ്ടിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്ദ്രനെ സൃഷ്ടിക്കാൻ തുടങ്ങിയാണ്, അല്ലാന്ന് വെച്ചാൽ ഇന്ദ്രനില്ലാത്ത ഒരു ലോകം ഇനി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോഴത്തേനും ഇന്ദ്രൻ തന്നെയല്ല, ദേവന്മാരും അസുരന്മാരും ഋഷികളും ഒക്കെ അങ്ങ് വിഷമമായി. ഇങ്ങനെ വന്നാൽ ഇനി എന്താ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള വെപ്രാളത്തില് അവരെല്ലാരും കുടുങ്ങി വന്നു അദ്ദേഹത്തിന്റെ അടുത്തേക്ക്. അപ്പം ഇവിടെ തന്നെ നിൽക്കുകയാണ് ബാക്കി ഈ നക്ഷത്രങ്ങളും. ശംഖു തലകീഴായിട്ട് നിൽക്കുക, അങ്ങും ഇങ്ങും അല്ലാതെ നിൽക്കുവാണ്. അവിടെ നിൽക്കുക. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ ചെയ്ത ത്രിശങ്കു തലകീഴായിട്ട് തന്നെ ഇപ്പോൾ ഉള്ള ആ സ്വർഗത്തിൽ നിൽക്കും. ഈ നക്ഷത്രങ്ങൾ മൊത്തം അവിടെ ലോകാവസാനം വരെ അവിടെ ഉണ്ടാവും. ഇവരെല്ലാം സമ്മതിക്കണം അത് എന്ന് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തു, ത്രിശങ്കുവിന് ഞാൻ എൻ്റെ വാക്ക് എത്തിക്കാം, എൻ്റെ വാക്ക് എനിക്ക് പാലിച്ചേ മതിയാവും, ഇങ്ങനാണെങ്കിൽ ഞാൻ സമ്മതിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അവരെല്ലാരും കൂടെ സമ്മതിച്ചു. എന്നിട്ട് ഈ ഇവിടെ ഇടയ്ക്കൊരു സ്വർഗം ഉണ്ടാക്കി. ആ സ്വർഗത്തിൽ ത്രിശങ്കു ഈ രൂപത്തിൽ തന്നെയാണ്, ഈ ചണ്ടാള രൂപത്തിൽ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. സശരീരനായിട്ട് ഈ നക്ഷത്രങ്ങളുടെ ഇടയിൽ ഒരു സ്വർഗമായിട്ട് സ്വർഗത്തിലെ ത്രിശങ്കു സ്വർഗത്തിൽ അദ്ദേഹം വിരാജിക്കുകയാണ്. ഇപ്പോഴും നമുക്കറിയാം, ആകാശത്ത് നോക്കി നമുക്ക് കാണാം, അന്വര നക്ഷത്രത്തിന്റെ സമീപത്തായിട്ട് 6 നക്ഷത്രങ്ങള് ഇങ്ങനെ തല കീഴായി കാല് പരത്തി നിൽക്കുന്ന മാതിരി കാണുന്നത് ത്രിശങ്കുവാണ്. അതിന് കുറച്ച് മാറി ഈ വിശ്വാമിത്രനെയും കാണാം, നല്ല പ്രഭയുള്ള ഒരു നക്ഷത്രമായിട്ട് എന്നാണ് വെപ്പ്. എന്നിട്ട് ബാക്കി ഇത്രയും കഴിഞ്ഞു. പിന്നെ യജ്ഞം പൂർത്തിയാക്കണ്ടേ, അപ്പൊ ബാക്കി എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ നിൽക്കുന്നവരെ ത്രിശങ്കു സ്വർഗത്തിൽ പെട്ടുപോയി എന്ന് പറയാറുണ്ടല്ലോ അല്ലേ? ഇടയ്ക്ക് അവിടെയും അല്ല ഇവിടെയും അല്ലാതെ. എന്നിട്ട് ഇത്രയും ആയി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കൂടെ സഹകരിച്ച് യജ്ഞം പൂർത്തീകരിക്കണമല്ലോ. ഞാൻ പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ എല്ലാം ഒരുപാട് ദുർനിമിത്തങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നു, വിഘ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവരോടെല്ലാം യാത്രയും പറഞ്ഞ് ഇദ്ദേഹം പശ്ചിമതീരത്ത് നല്ല തപോവനമുണ്ട്, വിശാലമായ തപോവനം, അവിടെ പുഷ്കരണി, ആ പുഷ്കര തീരത്ത് പോയി തപസ് ചെയ്യാം എന്ന് പറഞ്ഞ അങ്ങോട്ട് വരുമ്പോഴാണ് ഇപ്പോൾ ഈ മോള് ചോദിച്ച അതേ ചോദ്യത്തിൻ്റെ ഒരു ഉദാഹരണം കൂടെ അവിടെ കാണാം നമുക്ക്. ഇദ്ദേഹത്തിൻ്റെ നന്മയും മറ്റുള്ളവരെ സഹായിക്കുകയും തന്നെ ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുക എന്ന് പറയുന്ന ക്ഷത്രിയൻ തന്നെയാകുന്ന ഒരു കഥയാണ് ശൂനശേപന്റെ. നമ്മളെ കണ്ണ് നനയിക്കുന്ന ഒരു കഥയാണ് ശൂനശേപന്റെ. അപ്പോൾ ശൂനശേപന്റെ കഥ നമുക്ക് അടുത്ത ദിവസം പറയാം. ആയിക്കോട്ടെ. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.